ഹലോ. ഞാനൊരു SCERT ബുക്കിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു 5, 7, 9. അപ്പോൾ അതിനിടയിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്, പഴയതും പുതിയതും. അതുപോലെ പഴയ ടെക്സ്റ്റ് ഇനി പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അത് നമ്മൾ വേറൊരു വീഡിയോ പോലെ ചെയ്യാം, കാരണം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത്ത് കൂടും. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പഴയ SCERTയും പുതിയ SCERT ++1 +2, അതായത് NCERT. അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കേണ്ടത് അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇതിലുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷന് മാത്രമാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, ബാക്കിയുള്ള ഏത് സബ്ജക്റ്റ് വേണ്ടതെന്നുള്ളത് അത് ഞാൻ അയക്കാം. ഇപ്പോൾ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നുള്ളത്. ഫസ്റ്റ് ഞാൻ പറയുന്നത് ഓൾഡ് SCERT, അതായത് 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഴയ SCERTയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചാപ്റ്റേഴ്സാണ്. ക്ലാസ് 5 ചാപ്റ്റർ 9 ജനങ്ങൾക്ക് വേണ്ടി, ക്ലാസ് 6 ചാപ്റ്റർ 10 ജനാധിപത്യവും അവകാശങ്ങളും, ക്ലാസ് 7 ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന, ക്ലാസ് 8 ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെൻറ്, ക്ലാസ് 9 ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, ക്ലാസ് 9 ചാപ്റ്റർ 8 തെരഞ്ഞെടുപ്പും ജനാധിപത്യവും. അപ്പോൾ ഇതാണ് ചാപ്റ്റേഴ്സ് ഓൾഡ് SCERT കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് മാറിയ 5, 7, 9 കേട്ടോ. 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 ജനങ്ങളാൽ, ചാപ്റ്റർ 11 നിയമവും സമൂഹവും. ഈ 2 ചാപ്റ്റേഴ്സാണ് പുതിയ 5ാം ക്ലാസ്സിലെ. ക്ലാസ് 7 ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും, ചാപ്റ്റർ 8 അധികാരം ജനങ്ങൾക്ക്. ഈ 2 ചാപ്റ്റേഴ്സാണ്. ഇനി ക്ലാസ് 9 ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, ചാപ്റ്റർ 7 ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, ചാപ്റ്റർ 8 ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. ഈ 3 ചാപ്റ്റേഴ്സാണ് ക്ലാസ് 9 വരുന്നത് കേട്ടോ. ചാപ്റ്റർ 4, ചാപ്റ്റർ 7, ചാപ്റ്റർ 8. ഇനി നമ്മൾ +1 കടക്കുവാണ്. +1 പാർട്ട് 1 നമ്മൾ ആദ്യം പറയുന്നത്. ചാപ്റ്റർ 1 ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ, ചാപ്റ്റർ 2 ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ, ചാപ്റ്റർ 3 തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും, ചാപ്റ്റർ 4 കാര്യനിർവഹണ വിഭാഗം, 5 നിയമനിർമ്മാണ സഭ, 6 നീതിന്യായ വിഭാഗം, 7 ഫെഡറലിസം, 8 പ്രാദേശിക ഗവൺമെൻറ്, 9 ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ. അപ്പോൾ ഇതിൻ്റെ NCERTൻ്റെ തന്നെ ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട്. നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിലൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ മലയാളത്തിലുള്ള PDF, അത് നോക്കിയിട്ട് പഠിച്ചാൽ മതി. ഇനി പാർട്ട് 2 നമുക്ക് പഠിക്കാനുള്ളത് 2nd, 3rd, 5th, 6th ചാപ്റ്ററാണ്. സ്വാതന്ത്ര്യം, സമത്വം, അവകാശങ്ങൾ, പൗരത്വം. ഈ ചാപ്റ്റേഴ്സാണ് നമുക്ക് പാർട്ട് 2 പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് +1 ചാപ്റ്റേഴ്സ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനായി റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ +1 പഠിക്കണോ എന്ന് ചോദിക്കുന്നവരോട്, ഇപ്പോൾ LGS ലെവലൊക്കെ ആണെങ്കിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 10th തന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് +1 നിന്നും കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സിനൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുകയാണ് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പഠിക്കുക. വല്ലാണ്ട് അതിനുള്ള ടൈം കൊടുത്തിട്ട് വേണ്ട. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ.